കേരളം ശ്വാസമടക്കി പിടിച്ച് നിൽക്കുന്ന മണിക്കൂറുകളാണ്. നമ്മൾ പടുതുയർത്തിയ അഹങ്കാരത്തിന്റെ വൻമതിലുകളെ നിമിഷനേരം കൊണ്ട് തച്ചു തകർത്ത് പ്രകൃതി അതിന്റെ ക്രൂരമായ രൗദ്രഭാവത്തിൽ ആടിയുലയുന്നത് കഴിഞ്ഞ മണിക്കൂറുകൾ നമ്മൾ കണ്ടു. അലറി അടുക്കുന്ന പ്രളയജലത്തിൽ നമ്മുടെ മണ്ണും മനുഷ്യരുമൊക്കെ ഒലിച്ചു പോകുമ്പോൾ ഒരൊറ്റ രാത്രി കൊണ്ട് എല്ലാം നഷ്ടപ്പെട്ട് ആകാശത്തേക്ക് കൈകൂപ്പുന്ന മനുഷ്യരുടെ നിലവിളി അതിരുകൾ ഭേദിച്ച് ഉയരുകയാണതെല്ലാം. ഇതൊരു മഴക്കാലം മാത്രമല്ല, നമ്മൾ വച്ചു പുലർത്തിയിട്ടുള്ള സ്വാർത്ഥതയ്ക്കുള്ള പ്രകൃതിയുടെ കനത്ത പ്രഹരം കൂടിയാണ്. നമ്മുടെ കണ്ണു തുറപ്പിക്കാൻ പോകുന്ന താക്കീതാണ്. ഇത് ദുരന്തത്തിന്റെ നടുവിൽ നിന്നുയരുന്ന നമ്മുടെ സ്വന്തം നാടിന്റെ നിലവിളിയാണ്. നമസ്കാരം. കേരളം വീണ്ടും പ്രകൃതിയുടെ കടുത്ത പരീക്ഷണങ്ങളുടെയും അറ്റമില്ലാത്ത വേദനകളുടെയും കടന്നു പോവുകയാണ്. 2018 ശേഷം വല്ലാത്തൊരവസ്ഥയിലൂടെയാണ് ഇപ്പോൾ തെക്കൻ മധ്യ കേരളം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നൊരല്പം ആശ്വാസമുണ്ട്. തെക്കൻ മലയോര മേഖലകൾ മുതൽ വടക്കൻ ജില്ലകൾ വരെ പ്രളയ സമാനമായ അല്ലെങ്കിൽ ചിലയിടങ്ങളിലൊക്കെ വലിയ പ്രളയത്തിലാണ് നമ്മുടെ നാട്. പ്രത്യേകിച്ച് മധ്യ കേരളത്തിലെ സ്ഥിതി അതീവ ഗുരുതരമായി തുടരുകയാണ്. ഇപ്പോഴും പലയിടത്തും വെള്ളം ഇറങ്ങിയിട്ടില്ല, ഇറങ്ങാൻ തുടങ്ങിയിട്ടില്ല. എറണാകുളം, തൃശ്ശൂർ, കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട എന്നീ ജില്ലകളിലെ കനത്ത മഴ വൻ നാശനഷ്ടങ്ങളാണ് വിതച്ചിരിക്കുന്നത്. ഹൈറേഞ്ച് മേഖലകളിൽ പ്രകൃതിയുടെ രൗദ്രഭാവത്തിന് മുന്നിൽ മിക്കയിടങ്ങളിലും ഉരുൾപൊട്ടലുകളും മണ്ണിടിച്ചിലുകളും ഒക്കെ ഇപ്പോഴും തുടരുന്നു. മൂന്നാറില്, വാഗമണ്ണിലൊക്കെ മലവെള്ളപ്പാച്ചില് വീടുകള് വഴികളൊക്കെ ഒലിച്ചുപോയി. നൂറുകണക്കിന് കുടുംബങ്ങൾക്കാണ് ഒരൊറ്റ രാത്രി കൊണ്ട് തങ്ങളുടെ വീടും കുടിയും സമ്പാദ്യവും എല്ലാം ഉപേക്ഷിച്ച് ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറി പാർക്കേണ്ടി വന്നത്. പെരിയാറ്, മീനച്ചിലാറ്, മണിമലയാറ്, പമ്പ, മൂവാറ്റുപുഴയാറടക്കം മധ്യ കേരളത്തിലെ പ്രധാന നദികളെല്ലാം അപകടകരമായ വിധത്തിൽ കരകവിഞ്ഞ് ഒഴുകുകയാണിപ്പോഴും. മീനച്ചിലാറ് ഭീതിതമായി കരകവിഞ്ഞതോടെ കോട്ടയം ജില്ലയിലെ പാലാ നഗരവും ഈരാറ്റുപേട്ടയും പൂഞ്ഞാറുമെല്ലാം വലിയ തോതിൽ വെള്ളത്തിനടിയിലായി. പാലാ കൊട്ടാരമറ്റം ബസ് സ്റ്റാൻഡിലും ടൗണിലെ പ്രധാന റോഡുകളിലും വെള്ളം കയറി ഗതാഗതം പൂർണ്ണമായി തടസ്സപ്പെട്ടു. താഴ്ന്ന പ്രദേശങ്ങളായിട്ടുള്ള അയ്മനം, കുമരകം, തിരുവാർപ്പ് മേഖലകളും കുട്ടനാടും ഒറ്റപ്പെട്ട ദ്വീപുകൾക്ക് സമാനമായി കഴിഞ്ഞു. ഇപ്പോൾ പെരിയാറ് ഗതിമാറി ഒഴുകിയതോടെ ആലുവ, മണപ്പുറവും പരിസര പ്രദേശങ്ങളുമെല്ലാം മുങ്ങി. തൃശ്ശൂരിന്റെ തീരപ്രദേശങ്ങളിലും ചാലക്കുടി പുഴയുടെ തീരങ്ങളിലും കൊച്ചി, തൃശ്ശൂർ, കോട്ടയം നഗരങ്ങളിലും വെള്ളക്കെട്ട് രൂക്ഷമായി സാധാരണ ജീവിതം പൂർണ്ണമായും താറുമാറായി അല്ലെങ്കിൽ നിശ്ചലമായി. ഈ വെള്ളം കയറുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പാണ് പല ടെക്സ്റ്റൈൽ ഉടമകളും ഓണവിപണിയെ ലക്ഷ്യം വെച്ചുകൊണ്ട് തങ്ങളുടെ ഒരു ബാധ്യതകൾ, ഇതുവരെയുള്ള ആ ഒരു ബുദ്ധിമുട്ടുകളൊക്കെ തീരും എന്ന് കരുതി ലക്ഷങ്ങളുടെ ചെലവഴിച്ചുകൊണ്ട്, ലക്ഷങ്ങൾ കടം വരുത്തി ഓണ വിപണിക്ക് ലക്ഷ്യം വെച്ചുകൊണ്ട് തുണിത്തരങ്ങൾ എടുത്തു വെച്ചത് അതെല്ലാം നശിച്ചു, നാരായണക്കല്ലുകളായി പോയി. ചെറുകിട കച്ചവടക്കാരുടെ അവസ്ഥ അത്യന്തം ദയനീയവും ഹൃദയഭേദകവുമാണ്. പാലാ ടൗണിലെയും ഈരാറ്റുപേട്ടയിലെയും വ്യാപാരികൾക്കും ബ്രോഡ്വേയിലും കോട്ടയത്തും തൃശൂർ സ്വരാജ് റൗണ്ടിലുള്ള ചെറുകിട കച്ചവടക്കാർക്കുമെല്ലാം പ്രളയജലം ഇരച്ചു കയറി ലക്ഷക്കണക്കിന് രൂപയുടെ സാധനങ്ങൾ നശിച്ചു പോയതായിട്ടാണ് വാർത്ത. ഇനി എങ്ങനെ ജീവിതത്തിൽ മുന്നോട്ട് പോകും, അല്ലെങ്കിൽ എവിടെ തുടങ്ങണം, എങ്ങനെ തുടങ്ങണം എന്നറിയാതെ ആത്മഹത്യയുടെ വക്കിലെത്തി നിൽക്കുകയാണ് അവരിൽ പലരും. വർഷങ്ങളോളം രാപ്പകലില്ലാതെ അധ്വാനിച്ചുണ്ടാക്കിയതെല്ലാം ഒരൊറ്റ രാത്രി കൊണ്ട് അല്ലെങ്കിൽ ഒരൊറ്റ ദിവസം കൊണ്ട് കണ്ണെത്താത്ത ദൂരത്തേക്ക് ഒഴുകിപ്പോകുന്നത് നോക്കി നിൽക്കേണ്ടി വരുന്ന മനുഷ്യരുടെ നിസ്സഹായാവസ്ഥ കണ്ണീരോടെ അല്ലാതെ നമുക്ക് കാണാൻ പറ്റില്ല. ഇനി ഒരു തിരിച്ചുവരവ് ഈ ജീവിതത്തിൽ സാധ്യമാണോ എന്ന് അവർ ഓരോരുത്തരും സ്വയം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ നമ്മൾ ഗൗരവമായി ചിന്തിക്കേണ്ട പ്രധാനപ്പെട്ട മറ്റൊരു വിഷയമുണ്ട്. ഇതിനെയെല്ലാം കേവലം ഒരു പ്രകൃതി ദുരന്തം എന്ന് മാത്രം പറഞ്ഞ് കൈ കഴുകി ഒഴിവാകാൻ നമുക്ക് സാധിക്കുമോ? നമ്മുടെ നാടിന്റെ ഈ ദയനീയ അവസ്ഥയ്ക്ക് പ്രകൃതിയുടെ ഒരു കോപം, നമ്മോടുള്ള ഒരു കോപം, അത് മാത്രമല്ല നമ്മൾ മനുഷ്യർ തന്നെ സ്വയം വരുത്തിവെച്ച വീഴ്ചകളും സ്വാർത്ഥതയും ഒക്കെ കൂടെ ഇല്ലേ? വീട്ടുമുറ്റത്തും പറമ്പിലും വീഴുന്ന മഴവെള്ളത്തിന് ഭൂമിയിലേക്ക് താഴ്ന്നു പോകാൻ വഴിയില്ലാതായിരിക്കുകയാണെന്ന്. പ്ലാസ്റ്റിക്കും കോൺക്രീറ്റും കൊണ്ട് നമ്മൾ ഭൂമിയുടെ മൂടി മറച്ചു വച്ചിരിക്കുന്നു. മഴവെള്ളം സ്വാഭാവികമായി ഭൂമിയിലേക്ക് ഒഴുക്കിവിടേണ്ട തോടുകളും കൈവഴികളും എല്ലാം നികത്തി നമ്മൾ വൻമതിലുകളും കെട്ടിടങ്ങളും എല്ലാം പണിതുയർത്തിയിരിക്കുന്നു. അടിഞ്ഞുകൂടിയ എക്കലും മാലിന്യങ്ങളും കൃത്യമായി നീക്കം ചെയ്യാത്തത് കൊണ്ട് ഒഴുകിയെത്തുന്ന വെള്ളത്തെ ഉൾക്കൊള്ളാനുള്ള ആഴമോ പരപ്പോ ഇന്ന് നമ്മുടെ പുഴകൾക്കുമില്ല. എല്ലാം ശരിയാക്കുമെന്ന് വർഷങ്ങളായി പ്രഖ്യാപിക്കുന്ന അധികാരികൾക്ക് ദീർഘവീക്ഷണമോ കൃത്യമായ ആസൂത്രണമോ ഇല്ലാതെ പോകുന്നു എന്നത് തികച്ചും പ്രതിഷേധമുള്ള കാര്യമാണ്. ദുരന്തങ്ങൾ വരുമ്പോൾ മാത്രം ഉണരുകയും പിന്നീടെല്ലാം മറക്കുകയും ചെയ്യുന്ന അധികാരികളുടെ കാഴ്ചയില്ലായ്മയും ചിന്താശേഷിയില്ലായ്മയും നമ്മെ കൂടുതൽ, മലയാളികളെ കൂടുതൽ അപകടങ്ങളിലേക്ക് തള്ളിയിടുന്നു എന്നത് നമ്മൾ ഓരോ അപകടത്തിലും മാത്രമാണ് ഓർക്കുന്നത്. ഇതിനേക്കാൾ എല്ലാം കഷ്ടമാണ് കാലങ്ങളായി നമ്മുടെ മനസ്സിൽ വളർന്നു വരുന്ന സ്വാർത്ഥത എന്ന് പറയുന്നത്. നമ്മളെ എക്കാലത്തും താങ്ങി നിർത്തേണ്ട അയൽപക്ക ബന്ധങ്ങളെ പോലും നമ്മൾ അഹങ്കാരത്തോടെ ഇല്ലാതാക്കുന്ന കാഴ്ച ഇന്ന് ചുറ്റുവട്ടത്ത് അങ്ങനെയാണ്. ഉയർന്ന കോർണേറ്റ് മതിലുകൾ കെട്ടി മനുഷ്യരെ തമ്മിൽ വിഭജിച്ച്
അയൽക്കാരന്റെ പറമ്പിലെ മരത്തിൽ നിന്ന് സ്വന്തം മുറ്റത്ത് വീണ കരിയിലയുടെ പേരിലും അതിർത്തിയിലൂടെ ഒഴുകിയെത്തിയ രണ്ടു തുള്ളി വെള്ളത്തിന്റെ പേരിലും നമ്മൾ അവനോട് തല്ലുണ്ടാക്കി, സമാധാനം കളഞ്ഞ് നിയമയുദ്ധങ്ങൾ നടത്തി, ഒടുവിൽ ഇന്ന് പ്രളയജലം അതിരുകൾ ഭേദിച്ച് നാടാകെ ഇരച്ചു കയറുമ്പോൾ നമ്മൾ കെട്ടിപ്പൊക്കിയ ആ വലിയ മതിൽക്കെട്ടുകൾക്കൊന്നും നമ്മളെ രക്ഷിക്കാനാകുന്നില്ല എന്ന സത്യം നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. സ്വന്തം പറമ്പിലെ വെള്ളം സ്വന്തം മതിൽക്കെട്ടിനുള്ളിൽ തന്നെ നിർത്തിക്കോണം എന്ന് പരസ്പരം പറഞ്ഞ് പരിഹസിക്കേണ്ട ദുരവസ്ഥയിലേക്ക് ഇന്നത്തെ ഒരു അവസ്ഥ, ഈ സ്വാർത്ഥ ചിന്തകൾ നമ്മളെ കൊണ്ട് എത്തിച്ചിരിക്കുകയാണ്. തീർച്ചയായും ഇതൊരു വലിയ താക്കീതാണ്. പ്രകൃതിയോടും കൂടെയുള്ള സഹജീവികളോടും നമ്മൾ കാട്ടിയിട്ടുള്ള അനാദരവിനും അഹങ്കാരത്തിന് നൽകേണ്ടി വരുന്ന വലിയ വില, പ്രകൃതിയെ മുറിവേൽപ്പിച്ചാൽ, അതിരുകൾ തിരിച്ചു മനുഷ്യരെ അകറ്റിയാൽ ഒടുവിൽ അനുഭവിക്കേണ്ടി വരുന്നത് നമ്മൾ തന്നെയായിരിക്കും എന്ന ഒരു വലിയ പാഠമാണ് ഈ മഴക്കെടുതി നമ്മളെ പഠിപ്പിക്കുന്നത്. പക്ഷെ ഈ മഴക്കെടുതി മാറി വീണ്ടും വെയിൽ നമ്മളെ തേടി വരുമ്പോൾ, പരിസരമൊക്കെ ഉണങ്ങുമ്പോൾ, പഴയ രീതിയിലേക്ക് ജീവിതം മാറി മറിയുമ്പോൾ നമ്മളും പഴയ രീതിയിലേക്ക് പോകും. വീണ്ടും നമുക്കത് ഓർമ്മ വരണമെന്നുണ്ടെങ്കിൽ അടുത്തൊരു മഴക്കെടുതി വരണം. ഈ ദുരന്തമുഖത്ത് ഭയന്നോടാനോ പ്രത്യാശ കൈവിട്ട് കളയാനോ ഇന്ന് നമുക്കാവില്ല എന്ന് ഇപ്പോഴാണ് നമുക്ക് ഓർമ്മ. പഴിചാരികൾക്ക് അപ്പുറം നമ്മൾ ഒന്നിച്ചേൽക്കേണ്ട സമയം സത്യത്തിൽ എന്നോ കഴിഞ്ഞു. ദുരിതാശ്വാസ ക്യാമ്പുകൾ അന്തിയുറങ്ങുന്ന സഹോദരങ്ങൾക്ക് അടിയന്തരമായി ആശ്വാസം എത്തിക്കാനും ഒറ്റപ്പെട്ടു പോയവരെ സുരക്ഷിത സ്ഥാനങ്ങളിൽ എത്തിക്കാനും നമ്മൾ ഓരോരുത്തരും കഴിവിനനുസരിച്ച് ഇന്ന് കൈകോർക്കുന്നുണ്ട്. അധികാരികൾ അടിയന്തരമായി ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കണം. പല ക്യാമ്പുകളിലും വെള്ളമില്ല, വെളിച്ചമില്ല. താൽക്കാലിക ആശ്വാസങ്ങൾക്കപ്പുറം ശാശ്വതമായ പരിഹാര മാർഗങ്ങളെ കുറിച്ച് ചിന്തിക്കുകയും വേണം. നദികളുടെ ആഴം കൂട്ടണം, സ്വാഭാവിക നീരൊഴുക്കുകൾ പുനഃസ്ഥാപിക്കണം, പഴയതുപോലെ ആക്കണം. അടിയന്തര നടപടികൾ ഉണ്ടാകണം. നമ്മളിൽ മനുഷ്യത്വം ഇനിയും മരിച്ചിട്ടില്ല എന്ന് തെളിയിക്കേണ്ട ഒരു സമയം ഇത്തരത്തിൽ ദുരന്തങ്ങൾ വരുമ്പോഴാണ്. നമ്മൾ മനുഷ്യനാണെന്ന് ഓർക്കുന്നത് പോലും നമുക്കും ചില ബുദ്ധിമുട്ടുകൾ വരുമെന്ന് ഓർക്കും. സത്യത്തിൽ ഈ ദുരന്ത സമയത്താണല്ലോ. പ്രകൃതിയെ കേട്ടറിഞ്ഞും തൊട്ടറിഞ്ഞുമൊക്കെ അയൽക്കാരന്റെ വേദന സ്വന്തം വേദനയായി കണ്ടും മുന്നോട്ട് പോയാൽ മാത്രമേ ഇനി വരുന്ന തലമുറയ്ക്കെങ്കിലും സുരക്ഷിതമായ ഒരു നാടും അല്ലെങ്കിൽ നല്ലൊരു നാളെയും ഒക്കെ നമുക്ക് കൈമാറാൻ സാധിക്കുള്ളൂ. ഇനിയെങ്കിലും നമ്മൾ കണ്ണു തുറന്നേ മതിയാകൂ. ഇനിയൊരു വൈകൽ നമുക്ക് താങ്ങാനാവില്ല. നമ്മുടെ ചുറ്റുമതിലുകൾ, അതിനപ്പുറത്തുള്ള മരങ്ങൾ, നമ്മുടെ മുറ്റത്തേക്ക് വീഴുന്ന കരിയിലകൾ, അവന്റെ മുറ്റത്തു നിന്ന് വരുന്ന രണ്ടു തുള്ളി വെള്ളം, അല്ലെങ്കിൽ അവന്റെ പറമ്പിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളം, ഇതൊക്കെ നമുക്ക് ബുദ്ധിമുട്ടാകരുത്. മതിലുകളുടെ തടസ്സങ്ങൾ പ്രളയജലത്തിന് തടസ്സമല്ല എന്നുള്ളത് നമ്മൾ എപ്പോഴും ഓർക്കുന്നതെന്നാണ്. Different angles. Don't forget to subscribe and support this channel.